ആലപ്പുഴയിലെ സുഭദ്ര എന്ന 73-കാരിയുടെ ക്രൂരമായ കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിന്റെ പിന്നാമ്പുറ ആ, കഥകൾ എന്തൊക്കെയാണ്, എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, ഇതാണ് നമ്മൾ ഈ സമയം ചർച്ച ചെയ്യുന്നത്. ആ, എന്നോടൊപ്പം ശ്രീ സനൽകുമാർ ഉണ്ട്. അദ്ദേഹം മുൻ പഞ്ചായത്ത് അംഗമാണ്, അയൽവാസിയാണ്. നിതിൻ മാത്യൂസ് ശർമിള ഈ കേസിലെ 2 പ്രതികളുടെ കുടുംബത്തിന്റെ അയൽവാസിയായിരുന്നു. ശ്രീ സനൽകുമാർ, താങ്കൾക്ക് ഈ നിതിൻ മാത്യൂസ് ശർമിള ഇവർ രണ്ടുപേരെയും വ്യക്തിപരമായി അറിയാമായിരുന്നു? നമസ്കാരം ഗോപികൃഷ്ണ. അവർ വ്യക്തിപരമായെന്ന് പറയാൻ അവർ ആരുമായിട്ട് അങ്ങനെ സഹകരണം ഉള്ള ടീമല്ല. അവരിവിടെ നമ്മുടെ പ്രദേശത്ത് വാടകയ്ക്ക് വന്നതാണ്. ഒരു 2 വർഷം 1.5 വർഷം കഴിഞ്ഞവരിപ്പോൾ വാടകയ്ക്ക് വന്നിട്ട് ഇവരാരും അടുത്തുള്ളവരുമായിട്ടൊന്നും അങ്ങനെ സഹകരണം ഇല്ല. ഇദ്ദേഹത്തിന് ആപ്പാട് അവിടെ വന്ന് കാണുന്നത് ഈ റെയ്നോൾഡാണ്. അല്ലാതെ വേറെ ആരും അവിടെ ഇവരുമായിട്ട് സഹകരണം ഉള്ളതായിട്ട് നമ്മളുടെ അറിവിലില്ല. ഈ സഹകരണമില്ല എന്ന് പറയുമ്പോൾ, താങ്കൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളോട് ആരുമായും സംസാരിക്കുകയോ അവരെന്ത് ചെയ്യുന്നുവെന്നോ അവിടെ ആര് വരുന്നുവെന്നോ അവരെവിടെ പോകുന്നുവെന്നോ ഒന്നും അയൽവാസികൾക്ക് അറിയില്ല. ആ നിലയിൽ ഒറ്റപ്പെട്ട് അങ്ങനെയാണോ? അത് തന്നെ. ഇത് 2 വീടാണ് ആ ഒരു ഗ്രൗണ്ടിൽ നിൽക്കുന്നത്. അതായത് വിൽസൺ പഴമ്പാശ്ശേരി എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കളുടെ വീടാണ്. ഒന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒന്ന് അദ്ദേഹത്തിൻ്റെ മൂത്ത മകളുടെ വീടും. ഈ 2 പേരെയും കല്യാണം കഴിച്ചിരിക്കുന്നത് പുറത്താണ്. അപ്പോൾ ഈ അച്ഛനും അമ്മയും അവരുടെ കൂടെ തുമ്പോളിയിലാണ് താമസം. അപ്പോൾ ഈ 2 വീടും തൊട്ടടുത്ത് നിൽക്കുന്നതും ഒരു വീട്ടിൽ നമ്മുടെ റിസോർട്ടിലുള്ള ഒരു മാനേജർ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്. ഇതിൻ്റെ ഈ സംഭവം നടന്ന വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു ചെറിയ വീട്ടിൽ. ഇത് വേറെ ആർക്കും ഈ വീടുമായിട്ട് അത്ര കണക്ഷൻ ഒന്നുമില്ല. കാരണം ഇവിടെ നേരത്തെയും വാടകയ്ക്ക് വന്ന് പോയിട്ടുണ്ട്. പിന്നെ അതിലേക്കൂടെ വഴിയുമില്ല, ആ വീട്ടിലോട്ട് മാത്രമേ ഉള്ളൂ. ശ്രീ സനൽകുമാർ, താങ്കളുടെ വീട്ടിൽ നിന്ന് ഇവരുടെ വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്? എൻ്റെ വീട് ലേശം കിഴക്കുവശമാണെങ്കിലും എൻ്റെ ഒരു സ്ഥാപനം, കട ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്തുണ്ട്. ഈ ഒരു ക്ഷേത്ര മൈതാനത്ത് തന്നെ എൻ്റെ കടയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ മിക്കവാറും അതിലേക്കൂടെ ഇവർ തൊട്ടടുത്ത കടകളിലേക്ക് ഈ ശർമിള പോകുന്നത് കാണാം. അവർ എല്ലാ ദിവസവും 1-2 പ്രാവശ്യം കടകളിലേക്ക് പോകും. അത് തൊട്ടടുത്തൊരു പാല് വാങ്ങാനും സ്റ്റേഷനറി കടയായിട്ട് അമ്പലത്തിൻ്റെ വാതികൾ തന്നെ ഒരു കടയുണ്ട്. അവിടെ ചെന്നിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. അല്ലാതെ തന്നെ അമ്പലത്തിലെ ഒരു ജീവനക്കാരിയായിട്ട് എപ്പോഴും വന്നവർ അവിടെ വന്ന് സംസാരിക്കുകയും അവിടെ നിന്ന് പായസം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കണ്ടുപരിചയം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവരാരുമായിട്ടും നമ്മൾ പുറത്തുനിന്നുള്ള ആരുമായിട്ടും ഒന്നും ഒരു സമ്പർക്കവും ഇല്ല. മാത്യു ആരുമായിട്ടും ഒരു ബന്ധവുമില്ല. ഞങ്ങളുടെ കട 7 മണി വരെ ഉണ്ടാവും. 7 മണി വരെ. അപ്പോൾ ഇവരെ കുറിച്ച് കേൾക്കുന്നത്, ഇവർ ഒന്നും ആരുമായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ സമ്പർക്കമില്ല, പക്ഷെ ഇവർ വലിയ ഭക്തരാണോ? അതായത് ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ സ്ഥിരമായി പോകുന്ന ആളുകളാണോ? സുഭദ്ര എന്ന് പറയുന്ന ഈ 72-കാരി ഇവരുടെ വീട്ടിൽ പല സമയങ്ങളിലായി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ എപ്പോഴെങ്കിലും താങ്കൾ കണ്ടിട്ടുണ്ടോ ഈ സുഭദ്രയെ? ഇല്ല, ഞാൻ സുഭദ്രയെ കണ്ടിട്ടില്ല. തൊട്ടടുത്തുള്ളവർ തന്നെ അപൂർവമായിട്ട് 1-2 തവണ മാത്രമേ അവരെ കണ്ടിട്ടുള്ളൂ. അവർ തീർത്ഥാടനത്ത് പോകുന്നതും വിശ്വാസിയാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവരെക്കുറിച്ച് അങ്ങനെ ഒരു അറിവ് നമ്മളുടെ അറിവിലില്ല. ഈ ഒരു ദുരൂഹമായ സാഹചര്യത്തിൽ കഴിയുന്നവർ എന്നിവരെ കുറിച്ച് പറയാമോ? അതായത് മുഴുവൻ സമയം വാതിലും ജനവാതിലുകളും ഒക്കെ അടച്ചിട്ട മുറിക്കകത്ത് കഴിയുന്ന ആളുകൾ, അപൂർവമായി പുറത്തിറങ്ങുന്നവർ, അങ്ങനെ ദുരൂഹതയുള്ള ഒരു ജീവിതമായിരുന്നു, അങ്ങനെ പറയാൻ കഴിയുമോ? ഇല്ല, അങ്ങനെ ദുരൂഹതയില്ല. ഇവർ അവിടെ TV ഇല്ല, റേഡിയോയിലാണോ അതോ വേറെ ഏതെങ്കിലും സംവിധാനത്തിലാണോ ഉച്ചത്തിൽ പാട്ട് വെക്കും. അപ്പോൾ ഇവർ പുറത്തുള്ളവർ ഇവരുടെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല, അത് സ്ഥിരമാണ്. അതുതന്നെയല്ല, അവിടെ ഇവരുടെ സാധനങ്ങൾ, ഇപ്പോൾ കുടിവെള്ളമാണെങ്കിൽ തന്നെ ഇവർ ഫോൺ ചെയ്യും, ഓട്ടോറിക്ഷ വരും, അതിലാണ് കൊണ്ടുവരികയും, അല്ലെങ്കിൽ 2 പേർക്കും കൂടെ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലും ഫോൺ ചെയ്യും, ഓട്ടോറിക്ഷ വരും. ആ യാത്ര മൊത്തം 2 വീലറിലോ സൈക്കിളിലോ അങ്ങനെ നടന്നു പോകുന്ന യാത്രകളൊന്നുമില്ല. ഈ ഓട്ടോറിക്ഷയിൽ വരും, ഓട്ടോറിക്ഷ വിളിക്കും, വരും, പോകും. അതുപോലെ തന്നെ അവിടെ സ്ഥിരമായിട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയാണ്, റെയ്നോൾഡാണ് സ്ഥിരമായിട്ട് അവിടെ വരാറുള്ളത്. പിന്നെ ഇതിനകത്ത് നമുക്കുള്ളൊരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഭവം നടന്ന സുഭദ്രയുടെ മക്കൾ പരാതി കൊടുത്ത് കടവന്ത്ര പോലീസ് വന്ന് അന്വേഷിച്ചപ്പോൾ ഇവർ സ്ഥലത്തില്ല. അപ്പോൾ തൊട്ടടുത്തൊരു വീട്ടിൽ ഉള്ളിലോട്ടാണ്, ഒരു ഷോർട്ട് കട്ടുണ്ട് കാട്ടൂരോട്ട് പോകാൻ. അവിടെ ഒരു വീട്ടിൽ CCTV നോക്കിയപ്പോൾ ഈ 2 പേര്, അതായത് ശർമിളയും മാത്യൂസും മാത്രം പോകുന്നത് കണ്ട്. അപ്പോൾ തന്നെ ഈ സുഭദ്ര കൂടെ ഇല്ലെന്നുള്ളത് മനസ്സിലായതാണ്. പക്ഷേ ഈ കുഴിയും അന്ന് അവർക്ക് ബോധ്യപ്പെട്ടതാണ്, ഇങ്ങനെ ഒരു കുഴി അവിടെ എടുത്തിട്ടുള്ളത് നാട്ടുകാരും പറഞ്ഞതാണ്. അപ്പോൾ ബാത്റൂം പൊട്ടിച്ചിട്ട് വേസ്റ്റ് ഇടാനാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് അന്ന് തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് ഈ ബോഡി ഇത്രയും പഴകാതെ തന്നെ എടുക്കാവുന്ന ഒരു സാഹചര്യം കടവന്ത്ര പോലീസിന് മനസ്സിലായതാണ്. പിന്നെ നീട്ടിപ്പത് എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ മണ്ണഞ്ചേരി പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഞങ്ങൾക്കൊക്കെ അഭിമാനമുണ്ട്. കൃത്യസമയത്തിനുള്ളിൽ തന്നെ അവരുടെ അന്വേഷണം നടത്തി ഇത് പുറത്തെടുക്കുകയും മണ്ണഞ്ചേരി പോലീസ് ചെയ്തു. ഈ മാത്യൂസ് ശർമിള ഇവരുടെ ഒരു
ഇവരെവിടെ നിന്ന് വരുന്നു, ഇവരാരാണ്, എന്തെങ്കിലും ഒരു വിവരമുണ്ട്? ഈ ശർമ്മിള അനാഥയായിരുന്നു, അച്ഛനും അമ്മയും മരിച്ചതാണ്. പിന്നീട് ശർമ്മിള ഇവിടെ ഒരു അനാഥ മന്ദിരത്തിലായിരുന്നു. അവിടെ നിന്നാണ് നിതിൻ മാത്യൂസുമായുള്ള കല്യാണം നടക്കുന്നത്. ഇരുവരുടെയും രണ്ടാം വിവാഹമാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ വിവരങ്ങൾ വരുന്നുണ്ട്. നാട്ടുകാരൻ എന്ന നിലയിൽ, ഈ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, അയൽവാസി എന്ന നിലയിലൊക്കെ ശ്രീ സനൽകുമാറിന് ഇതേക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഇതേക്കുറിച്ച് നമ്മളുടെ ഈ സംഭവം ഉണ്ടായതിന് ശേഷമാണ് ഇവർ ഇങ്ങനെ രണ്ടാം വിവാഹം ചെയ്തിട്ടുണ്ട്, അനാഥയാണ് എന്നൊക്കെ അറിയുന്നത്. ഈ വരുന്ന സുഭദ്ര ഇവരുടെ ചിറ്റയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്, അവരുടെ സ്വന്തം ബന്ധുവാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ചുരുളെല്ലാം അഴിയുന്നത് ഈ സംഭവത്തോടു കൂടെയാണ്. തൊട്ടടുത്തുള്ളവർക്ക് പോലും ഈ എന്താണെന്നുള്ളത് അവരുമായിട്ട് സഹകരണം ഇല്ലാത്തതുകൊണ്ട് വ്യക്തമായിട്ട് ആർക്കും അറിയില്ല ഇതിനെക്കുറിച്ച്. ഈ റെയ്നോൾഡ് അവിടെ വന്നാൽ അവിടെ കുറെ ദിവസങ്ങൾ തങ്ങുക അങ്ങനെയായിരുന്നു, അതോ വന്ന ഉടനെ പോവുക അങ്ങനെയായിരുന്നു? ഇല്ല, ദിവസങ്ങൾ തങ്ങത്തില്ല. കാരണം ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ അപ്പുറത്ത് കാട്ടൂരാണ് ഈ റെയ്നോൾഡിൻ്റെ വീടും ഈ മാത്യൂസിൻ്റെ വീടും. അതായത് കാട്ടൂർ പള്ളിയുടെ പടിഞ്ഞാറ് വശത്താണ് ഇവരുടെ വീട്. അപ്പോൾ റെയ്നോൾഡിന് അങ്ങനെ തങ്ങുന്ന കാര്യമില്ല. റെയ്നോൾഡ് നിത്യ സന്ദർശകനാണ്, ഇവർക്ക് കറിക്ക് കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ മദ്യപാനം അത് അടുത്തുള്ളവരും പറയുന്നുണ്ട്. മദ്യപാനം ശരിക്കും ഈ രണ്ടുപേരും, അതായത് ഈ മാത്യൂസും ഈ ശർമ്മിളയും അതിന് തീരെ മോശമല്ല. ഇവർ പരസ്പരം വഴക്കിടാറുണ്ട്, ഒച്ച കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവർ ഓളിയം കൂട്ടി വെക്കുന്നതുകൊണ്ട്, ഈ പാട്ടിട്ട് ഓളിയം കൂട്ടി വെക്കുന്നതുകൊണ്ട് മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം. ആ വഴക്കുകൾ നിരന്തരം, അത് മദ്യപാനത്തിലൂടെയുള്ള വഴക്കാണ്. അവിടെ സ്ഥിരം അവിടെയുള്ള അയൽനൃത്തുകാർക്കാണെങ്കിലും തൊട്ട് അറിയാവുന്നവർക്കാണെങ്കിലും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. ക്രിമിനൽ സ്വഭാവമുള്ളതും പിന്നെ നമ്മളുടെ മാത്യൂസിനെ പറഞ്ഞോളൂ. ഹലോ, മാത്യൂസിനെ ചെറുപ്പകാലം തൊട്ട് തന്നെ ഈ മോഷണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് 1-2 കേസുള്ളതായിട്ട് എനിക്കറിയാം. ഞാൻ അവിടുത്തെ മുൻ മെമ്പറുമായിട്ടൊക്കെ ഈ കാട്ടൂരത്തെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം അദ്ദേഹം തന്നെ ഇടപെട്ടിട്ടുള്ളതായിട്ടൊക്കെ എനിക്കറിയാം. അല്ലാതെ വേറെ ഇങ്ങനെ ഈ കൊലപാതകവും അതുപോലുള്ള ക്രിമിനൽ പശ്ചാത്തലത്തിലേക്കൊന്നും പോയതായിട്ട് നമുക്കറിയില്ല. അതുപോലെ തന്നെ റെയ്നോൾഡിനും ഇങ്ങനെ ഉള്ളതായിട്ട് നമുക്കൊന്നും അറിയില്ല. ആദ്യമായിട്ടാണ് റെയ്നോൾഡിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നത്. ഇവൻ്റെ ബന്ധു കൂടെയാണ്, സുഹൃത്താണ്. ആ സഹകരണം എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകുന്നത്. ഇപ്പോൾ ശ്രീ സനൽകുമാർ, ഇപ്പോൾ ജോർജ് ജോസഫ് സാർ പറഞ്ഞൊരു സാധ്യത താങ്കൾ കേട്ടില്ല? ഒരു പക്ഷേ ഇതൊരു നരബലിയായിരിക്കുമോ, ഇവർ വിശ്വാസികളായിരുന്നിരിക്കാം, ആ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതാണെന്നാണ്. പക്ഷേ അയൽവാസിയായ താങ്കൾ പറയുന്നു അങ്ങനെ ഒരു കടുത്ത വിശ്വാസിയൊന്നും ആയിരുന്നില്ല, ഇവർ വിശ്വാസികളായിരുന്നില്ല, അങ്ങനെ സ്ഥിരമായി ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരാളൊന്നും ആയിരുന്നില്ല, അങ്ങനെയാണോ? അതായത് വിശ്വാസത്തിന്റെ പേരിൽ എന്തെങ്കിലും നടന്നു എന്ന് കരുതാൻ കഴിയില്ല, അങ്ങനെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല സാർ, നമുക്കൊരു സ്ഥലത്ത് ചെന്നല്ലെങ്കിൽ ഇത് അവരുടെ താമസിക്കുന്ന സ്ഥലത്ത് അവരുടെ നേരത്തെ അവരുടെ രീതികളൊക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു രീതിയില്ല. അതിനുള്ള സംവിധാനം അവിടെ ഇല്ല. അതാ പോലീസിനും മനസ്സിലായിട്ടുണ്ട്. കാരണം ആ മുറിയിലൊക്കെ അവരെല്ലാം കയറി, ഞങ്ങളുമൊക്കെ കയറി കണ്ടതാണിത്. അവിടെ അതിൻ്റെതായിട്ടുള്ള ഒരു സൂചനയും ഇല്ല. പിന്നെ ഈ മദ്യത്തിൻ്റെ പുറത്ത് ചെയ്തിട്ടുള്ളതാകാം എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അല്ല ശരി സനൽകുമാർ, ഇപ്പൊ താങ്കൾ ആ സ്ഥലത്ത് പോയി കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളാണല്ലോ. അപ്പൊ താങ്കൾക്ക് ഈ എന്തായിരിക്കാം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതിനെ കുറിച്ച് താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അവർക്ക് സാമ്പത്തികം ഉണ്ടാക്കുന്ന ലക്ഷ്യത്തോടുകൂടി, സ്വർണം കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ ചെയ്തത്. കാരണം അവരുടെ കഴുത്തിൽ കിടന്ന മുക്കുമണ്ഡമാണെന്നുള്ളത് അവർ ഇതിന് ശേഷമാണ് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ വള 1, 2 3-4 വളയുണ്ടെന്നാണ് ഈ നാട്ടുകാർ ഇതുവരെ ഈ സുഭദ്രയെ കണ്ടിട്ടുള്ളവർ പറയുന്നത്. കയ്യിൽ അവർ ആഭരണം ഇട്ട് നടക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ഇതിന് ഇപ്പോൾ നമ്മുടെ ചാനൽ കേട്ട വാർത്ത അനുസരിച്ചാണെങ്കിൽ 2 മാത്രം ആണ് സ്വർണ്ണവളയെന്നാണ് പറയുന്നത്. ഇനി ബാക്കി മുക്കുപണ്ടമായിരുന്നിട്ട് ഇത് മാറ്റിയതാണോ എന്ന് നമുക്കറിയില്ല. ആഭരണങ്ങൾ കൂടുതൽ ധരിക്കുന്നവരാണ്. അപ്പോൾ അത് സ്വർണ്ണമാണെന്നുള്ള ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇവരെ കൊലപ്പെടുത്തിയത്. അല്ലാതെ തന്നെ ഒരു സംശയം, സംഭവം നടക്കുന്ന അന്ന് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവർ ഓട്ടോറിക്ഷയിൽ ഇവർ തീരെ അവശതയാണ്, ഓട്ടോറിക്ഷ വിളിച്ച് റെയ്നോൾഡ് ഉൾപ്പെടെ ഇവരെ അവശതയാണ്, ആശുപത്രി കൊണ്ടുപോയിട്ട് വരികയാണ് എന്ന തൊട്ട് അടുത്തുള്ള കടക്കാരും, അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു കാഞ്ഞിരമുണ്ട്, അവിടെ നല്ല തണലുള്ളതുകൊണ്ട് സ്ഥിരം വൈകുന്നേരം പാടുവാണെങ്കിൽ എല്ലാവരും നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെയുള്ളവരൊക്കെ കണ്ടതാണ്. ഈ ഓട്ടോറിക്ഷയിൽ ഈ സുഭദ്രയെ നടുക്കിരുത്തി ഇവർ രണ്ടുപേരും അപ്പുറത്തിപ്പുറത്ത് ഇരുന്ന് വരുന്നത്. അപ്പോൾ തീരെ മേലെ വീണതാണ്, ആശുപത്രിയിൽ പോയതാണ്. അതിനെക്കുറിച്ചൊരു നിഗൂഢതയുണ്ട്. എന്തുകൊണ്ട് ഇവർ ആശുപത്രിയിൽ പോയാൽ ഇവരെന്താണ് അസുഖം, അത് ഏത് ആശുപത്രിയിലാണെന്നുള്ളതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അല്ല, അത് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നാണ്? ഇത് ഈ കഴിഞ്ഞ ഡേറ്റ് കൃത്യമായിട്ട് നമ്മൾ ഈ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴാണല്ലോ അറിയുന്നത്. ഇത് സംഭവം നടക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞം
അത് ഇച്ചിരി വിപുലമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന 7-ാം തീയതി ആണെങ്കിൽ ഇവിടുത്തെ 3-ാമത്തെ സപ്താഹത്തിൻ്റെ അന്നാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ആണെങ്കിലും 4 വശം യൂണിറ്റൊക്കെ വെച്ച് ബഹളമുള്ളതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളും ഒക്കെ നടക്കുന്നത് കൊണ്ട് പുറത്താരും കേൾക്കാനും സാധ്യതയില്ല. അതും ഒരു സാഹചര്യം ഇവർക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്. നാട്ടുകാർ തൊട്ടയലന്തരത്തുകാർ കേൾക്കാതെ വന്നതിൻ്റെ ഒരു കാരണം അതായിരിക്കാം എന്ന് എൻ്റെ ഒരു നിഗമനമാണ്. കാരണം ഈ സപ്താഹം നടക്കുമ്പോൾ പ്രഭാഷണവും ഭജനയും എല്ലാം നല്ല സൗണ്ടിൽ വെക്കുന്നതുകൊണ്ട് ഇവർ തൊട്ടടുത്ത് വളരെ അകലമല്ല. അപ്പോൾ അതിൻ്റെ സൗണ്ട് കൊണ്ട് ഇവിടെ കരച്ചിലൊന്നും കേൾക്കാൻ പറ്റാതായിരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അതായത് താങ്കൾ പറയുന്നത് ഇവര് പിന്നെ സുഭദ്ര കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ടാണല്ലോ പിന്നീട് 1-2 ദിവസമായിട്ട് കണ്ടല്ലോ അല്ലേ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്നതൊക്കെ. ഇത് ഈ സംഭവം നടക്കുന്ന അന്നാണോ? നമുക്ക് ഡേറ്റ് കറക്റ്റായിട്ട് നമ്മളത് അന്ന് കണ്ടവരാരും ഡേറ്റ് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ഇവർ വീണ് എന്തോ ചെറിയൊരു അപകടം പറ്റി, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആശുപത്രിയിൽ പോയതാണ് അതെല്ലാവരും പറയുന്നുണ്ട്. അത് കണ്ടവരെല്ലാവരും ഉണ്ട് ഓട്ടോറിക്ഷയിൽ പോകുന്നത്. അതാണ് നമുക്ക് പിടികിട്ടാത്തത്. കാര്യം ഇവർ കൊല്ലാനാണെങ്കിൽ പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണ്ട. അപ്പോൾ ഇത് നേരത്തെ എന്തെങ്കിലും പിടിവലി നടത്തി ഇവർക്ക് എന്തെങ്കിലും പറ്റിയിട്ട് കാണിക്കാൻ കൊണ്ടുപോയതാണോ അതോ പിന്നെ അത് കഴിഞ്ഞിട്ടാണോ വന്ന് ചെയ്തത്? അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കേണ്ടതാണ്.